ബൈനോക്കുലർ ടോക്സ് ഇത്ര റിസ്ക് എടുത്തൊരു യാത്ര നടത്തിയിട്ടില്ല. ആദ്യമായിട്ടാ. എൻ്റെ ഒന്ന് ചിലങ്ക കളിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ഒന്നാമത് എനിക്ക് പേടിയാ, അതിനോട് നീ വീണ്ടും പേടിപ്പിക്കലടാ. അയ്യോ ചേട്ടൻ പോയോ? കമ്പി ഉണ്ട് കേട്ടോ. ആ അങ്ങനെ പോകില്ലടാ, കാലം മുമ്പോട്ട് വിട്. കുടുങ്ങി അങ്ങനെ നോക്കാൻ പറ്റില്ല. ഒന്നാമത് നമുക്ക് തടി കൂടുതൽ, നമുക്കല്ല എനിക്ക്. തലമുട്ടല്ലേ? എടാ അങ്ങനെ പോകില്ലടാ, അങ്ങനെ നിനക്ക് കാലിന് അപ്പുറത്തോട്ട് വരുമോ? ഇതല്ല, ഇതിൻ്റെ അപ്പുറം ആടി കടന്നവനാണ് ഈ KK ജോസഫ്. വന്നോ? പോട്ടെ. എന്ത് ഡ്രാക്കുളൊക്കെ ആവാ? അതങ്ങനെ വരെ ഡ്രാക്കുളൊക്കെ പൂർണ്ണയാണോ? എനിക്ക് അമ്മു. ആഹാ. ഓ ഇത് കയറണമെങ്കിലുണ്ടല്ലോ ക്യാമറ മാറ്റി വെക്കണം, പിടിച്ചില്ലേ കയറാൻ പറ്റത്തുള്ളൂ. കയറ്റിനൊരു കയറത്തില്ലല്ലോ. അയ്യോ അതെ, അയ്യോ ഇപ്പൊ നല്ല താഴ്ചയിലോട്ട് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. നല്ല താഴ്ച വെച്ചാൽ നല്ല താഴ്ചയുണ്ട്, വളരെ സൂക്ഷിച്ച് ഇറങ്ങി പോകണം. അനീഷേ, ഇവിടെ ഒന്ന് വരാനും വളരെ ഈസിയാടാ. അല്ല വലിയ എന്താ പറയുക ബുദ്ധിമുട്ട് പിടിച്ച സ്ഥലമൊന്നുമല്ല എത്തിപ്പെടാനേ. നേരെ എവിടെയാണെങ്കിലും ശരി, നേരെ കേരളത്തിൽ പയ്യന്നൂർ വരിക, പയ്യന്നൂരിൽ നിന്ന് പുളിങ്ങോ പാലാവേൽ, പാലാവേലിൽ നിന്ന് ഓടക്കൊല്ലി. ഇതെല്ലാം കൂടെ പയ്യന്നൂരിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ഇവിടെ എത്തുകയും ചെയ്യും. 40-42 കിലോമീറ്റർ നമുക്കിവിടെ എത്താം. മിറ്റത്ത് വരെ വണ്ടി വരും, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ശരിക്കും ഒരു 3-4 മണിക്കൂർ അഡ്വഞ്ചർ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ പോകാം. ബൈനോക്കുലർ ടോക്സിൻ്റെ ഒരു പുതിയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സ്ഥിതി ചെയ്യുന്നത് കേരള കർണാടക അതിർത്തി പങ്കിടുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട്, ഓടക്കൊല്ലി എന്ന് പറഞ്ഞിട്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ഓടക്കൊല്ലി നാച്ചുറൽ കേവ് എന്നാണ്. ഇത് നമുക്ക് പയ്യന്നൂർ വന്നിട്ട്, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ വന്നിട്ട് പയ്യന്നൂരിൽ നിന്ന് പുളിങ്ങോത്ത് നിന്ന് നമുക്ക് ഓടക്കൊല്ലിക്ക് വരാം. പയ്യന്നൂരിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ 42 കിലോമീറ്റർ ഉള്ളു ദൂരം. ഈ കേവിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് വണ്ടി എത്തും, കേവിൻ്റെ മിറ്റം വരെ വണ്ടി എത്തും, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വളരെ മനോഹരമായൊരു ഗ്രാമം കൂടിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവരുടെ ഓഫീസിലോട്ട് കയറി ചെല്ലാം. ഇതാണ് ഓഫീസ്. ഈ യാത്ര അല്ലെങ്കിൽ ഈ അഡ്വഞ്ചർ ട്രിപ്പ് ഏകദേശം 2.25 മണിക്കൂർ 3 മണിക്കൂർ എടുത്തുണ്ട്. അപ്പോൾ വളരെ മനോഹര യാത്രയായിരിക്കും കേട്ടോ. വളരെ അഡ്വഞ്ചർ നിറഞ്ഞ ഒരു യാത്രയാണിത്. ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ ട്രിപ്പിൻ്റെ എത്ര ചാർജ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ അഡ്വഞ്ചർ എന്ന് വെച്ചാൽ വളരെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞൊരു യാത്ര. എന്തായാലും ഒരു നോർമൽ അത്യാവശ്യം ഇങ്ങനെ അഡ്വഞ്ചർ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വന്ന് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ബൈനോക്കുലർ ടോക്സിലെ ഒരു പുത്തൻ യാത്രയിലേക്ക് സ്വാഗതം കേട്ടോ. ഓടക്കാലി നാച്ചുറൽ കേവ്, ഓടക്കൊല്ലി നാച്ചുറൽ കേവ്. ഇത് നമ്മളെ കാണിക്കാൻ വരുന്നതും നമുക്കിത് പരിചയപ്പെടുത്താൻ വരുന്നതും നമ്മുടെ ചേട്ടനാട്ടോ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് നവീൻ. അപ്പോൾ നമുക്ക് ഇത് അഡ്വഞ്ചറാണ്, അടിപൊളിയാണെന്ന് പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് കയറി കാണാം. തിരിച്ചേത് കോലത്തിൽ വരുമെന്ന് വരുമ്പോൾ കാണാം. ഇവിടെ ശരിക്കും എന്തൊക്കെയുള്ളത്? ഇതിൻ്റെ ഇവിടെ ഇരുട്ടറകളുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, മീൻകുളമുണ്ട്, അങ്ങനെ ഒരു സാമിക്കല്ലുണ്ട്. ഓക്കെ, ഇത് എത്ര വർഷമായിട്ടുള്ള ഗുഹ? ഇത് ഏകദേശം ഒരു 2.5 മണിക്കൂർ നടക്കാനുള്ള. 2.5 മണിക്കൂർ ഒറ്റ ട്രിപ്പ്, അതോ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും? അങ്ങോട്ട് ഒറ്റ ട്രിപ്പ് 2.5 മണിക്കൂറുണ്ട്. 2.5 മണിക്കൂർ. പോയ വഴി നമ്മൾ തിരിച്ചു വരുന്നില്ല. ഓക്കെ, അപ്പം തുടങ്ങിയാലോ? മത്തയച്ചാ വാ. ഇതാണ് നമ്മുടെ മാസ്റ്റർ കല്ല്. ഈ കല്ല് പോന്നാൽ ഈ കണ്ടാൽ പോകും. ഈ കണ്ടാൽ അമ്മ ഇതേലാണോ ഇരിക്കുന്നത്? ഇതാണ് ഓടക്കല്ല്.
ഓ ആ നന്നായിട്ട് താങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് താങ്ങിയിട്ടുണ്ട്. നല്ല താങ്ങി അത് സെറ്റാക്കി വെച്ചിട്ട് നിങ്ങൾ ഇടയ്ക്ക് നിന്നൊരു തടയങ്ങൾ കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിലേക്ക് അത് സെറ്റായിട്ടാണ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ പാട് വിടുന്നുണ്ട് കേട്ടോ. വളർച്ച് ഈ പാറ ഇടയ്ക്ക് ഇത് ഇതുണ്ട് സാമ്പ് ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. എൻ്റെ ഭാഗത്ത് ചെയ്ത് നോക്കി ഇതങ്ങോട്ട് കയറുമ്പോൾ ഉണ്ടാവുക അറിയത്തില്ല. ഇത് ചേട്ടൻ പോലെ ഞങ്ങളോട് കൊണ്ടുപോകും. ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ടോ വരുന്നത് ശ്രദ്ധിക്കണം. ഗുഹയുടെ ഭിത്തികളിൽ വരയ്ക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. നിങ്ങൾ ക്യാമറ നിരീക്ഷിച്ചിട്ടാണ് ഞാനും നിങ്ങളും. എപ്പോൾ കുറയ്ക്കുമല്ലേ ഭിത്തിയിൽ കൊടുത്ത് ഇതുണ്ട് എൻ്റെ മുന്നേ ഇവിടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ ഈ മരത്തിന്റെ വള്ളി ഇറങ്ങി കിടക്കുന്ന അല്ലേ? അതെ. ഇത് നൂറ്റാണ്ടുകളെ പഴക്കമുള്ള വേരുകളാണ്, വള്ളികളാണ്. ഇത് വെട്ടിയാലൊന്നും മുറിയാല. ഓ അങ്ങനെയാ. മൂർച്ച പോകുന്നല്ലാതെ കേട്ടോ. ഇത് കുറെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് നമ്മള് മറ്റേ മന്നവഞ്ചോല പോയപ്പോ ഏകദേശം ഇതേ മോഡലല്ലേ? ആ ഇനി സൂക്ഷിച്ചു പറഞ്ഞു കേട്ടോ. ഇതിലെല്ലായിടത്തും വെട്ടം. ഇതിന്റെ അകത്ത് വല്ല പാമ്പോ അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടാവോ? ഉണ്ടാവുമായിരിക്കും, പക്ഷേ നമ്മൾ കണ്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. എന്നാ അറിയാം, നമ്മൾ ഡ്രില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം കൂടുണ്ടോ. ആ സൗണ്ട് ഒക്കെ വന്നു പോലെ. ഇത്ര ആൾക്കാർ വരുന്നതായിട്ട് ഇതിനാണ് ഇവിടെ നിങ്ങൾ സ്റ്റെപ്പൊക്കെ അടിച്ചിട്ടേക്കണം. അതും ഇതിന്റെ ഇപ്പം മെയിൻ പോകുന്നത് ഇതിലേയും കൂടെ പോവായിരുന്നു. ഇങ്ങോട്ട് കയറാല്ലോ, കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതില് ആൾക്കാർ ദൂരം കൂടുതലാവുന്നു, അതുകൊണ്ട് ആൾക്കാർ മടുക്കുന്നു. അതുകൊണ്ട് ഇത് ഒഴിവാക്കിയതാണ്. ഇതിവിടെ മൊത്തം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിന് പോകാവുന്ന കുറെ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ദൂരം കൂടിയത് കൊണ്ട് അത് ഒഴിവാക്കി. ആൾക്കാർ ഭയങ്കരമായിട്ട് മടുക്കുന്നു. ഇതിൽ ഇറങ്ങാൻ പറ്റുമോ? അതിന് നമുക്ക് പിന്നെ പോവാം. ലാസ്റ്റ് പോവാ ഇതിലാണ്. അതിന് ഇത് ഇടയ്ക്കൂടെ കറക്റ്റ് വഴിയുണ്ട്. ഒരു കാര്യത്തിൽ അടിപൊളിയാണ്. ഈ സ്റ്റെപ്പ് പണിത ആള് കേറാൻ പറ്റുന്ന രീതി തന്നെ വേണം. കാരണം ഒരു കാരണവശാലും ഇത് കിട്ടും. ഈ ചവിട്ടാൻ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ സൂം പിടിക്കാം. ഉണ്ടോ? ഇത് ആ കറക്റ്റ് ഏകദേശം അളവിനാണ് പറഞ്ഞത് കേട്ടോ. അതാകുമ്പോൾ അടിപൊളിയാട്ടോ. അയ്യോ മുകളിലൊക്കെ വെട്ടമുണ്ട് കേട്ടോ. ഇതാ ഞാൻ ചോദിച്ചത് ടോർച്ച് വെക്കണം. ടോർച്ച് ഉണ്ടോ? വേണ്ടിയുണ്ടോ? ഇല്ലില്ല. ഞങ്ങൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ നിങ്ങളെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം കാണാവോ? ഇതിനകത്ത് അടിക്കൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഊർജ്ജവട്ടലാണ്. എന്നാ ഇതിനകത്ത് വലിയ ഐതിഹ്യമുണ്ടോ? സ്ഥലങ്ങളിൽ മറ്റേ നാഗവിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ മണ്ണിനകത്ത് കൊത്തി വെച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ലമ്മാരി വെള്ളം ഒഴുകി ചിത്രം പഠിച്ചു അവിടെ സൈഡ് പൊങ്ങി. ഓ ഇവിടെ എന്നാ ഇത് ഇരിക്കാനുള്ളതാണോ? ആ ഇവിടെ എത്ര നേരം ഇരിക്കും? എന്റെ അമ്മേ, എടാ ഇരിക്കാനുള്ള സാധനം കണ്ടോ? ലൈറ്റിന് വെട്ടമില്ലാത്ത ഈ ബൾബ് പോയതാ. അത് മേടിക്കണ്ട. നീ സൂക്ഷിച്ചോണം. ക്യാമറയും കൊണ്ട് നടക്കുന്നോളാം. ഞാൻ രണ്ട് സൈഡിലും പിടിച്ച് അടിപൊളിയായിട്ട് ഇറങ്ങി പോകാൻ. ആ ക്യാമറ വീണോട്ട് കാണത്തുമില്ല. മലന്നിങ്ങി പോകുന്നതല്ലേ കാണാൻ പറ്റും. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? എടാ ഓ ഇവിടെ ചുറ്റും ഇരിക്കാനൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ആണോ വന്നേ? കോർത്തായിരിക്കുന്നത് അല്ലേ? ഇത് കല്ല് കോർത്തായിരിക്കും അടിക്കായിരിക്കുന്ന കേട്ടോ. ഇത് ഒരെണ്ണം, അതിന്റെ മുകളിൽ ഇത്, അതിന്റെ മുകളിൽ ഇത്. പ്രകൃതി ചില്ലറ പണിയല്ലേ എടുത്തേക്കണം കേട്ടോ. എഞ്ചിനീയർ ആരാണോ? ചേട്ടാ ഇങ്ങോട്ടല്ലേ വഴി? എന്നാ മുന്നേ അടക്കേട്ടാ, മുന്നേ അടക്ക. ഇതന്നെ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയാണ് കേട്ടോ ഒരു പാത്രം കൊണ്ടുവച്ചേക്കുന്നത്. ആരും എന്റെ ഇടയില്ല, പുറത്തല്ലേ ഇടുള്ളൂ. തലയിൽ എന്നാക്കി സാധനം വെച്ചെന്നാ കേട്ടോ. ഇല്ല അവിടെ ചിലപ്പോ മൊത്തം മുഴയാണ്. ടോമാഞ്ചേരിക്കകത്ത് മറ്റേ അവന്റെ തലയിടിക്കൂല അമ്മാരി ഇരിക്കണം. അടിപൊളി. ഇവിടിച്ച പാടാ കേട്ടോ. നല്ല രസം കേട്ടോ. എടാ കമ്പിയൊക്കെ ഉണ്ടല്ലോ വളരെ കഷ്ടപ്പെട്ട് കേട്ടോ പണിത ആള്. ഇത്രയും മുറിച്ച് ജോയിന്റ് ചെയ്ത് അടിക്കണ്ടേ? കല്ലിന്റെ ഷേപ്പിന് പണിത് ഇവിടെ ഒരു കയറുവ് ഇവിടെ നിന്ന് മുറിച്ച് അടിച്ചേക്കുന്നത് കേട്ടോ. ഇങ്ങോട്ട് കയറുവാ. മാറിക്കൂട്ടി ഇതിന്റെ ഇടയ്ക്കെല്ലാം കുഞ്ഞു ഇത് മറ്റേ ഉരുൾപൊട്ടൽ എന്തോ വന്നങ്ങനെ സെറ്റായി പോയതല്ലേ? ഇതുണ്ടോ കല്ല് വന്ന് കിടന്നിട്ടേ അടിങ്ങി. എന്റെ പൊന്നെ ഈ കല്ലൊക്കെ ഊർന്ന് എന്തെങ്കിലും ഒരു കാലത്ത് ഉരുൾ പൊട്ടി ഒരു ഒഴി വന്നായിരിക്കും അല്ലേ? ഓ
ഓ ഇങ്ങനെ ചൂരങ്ങളെ പോയി കണ്ടാലും സങ്കടം ഇന്നൊരു തീർന്നിട്ടില്ല. ഇവിടെ ഈ പ്രദേശത്ത് മാത്രമേ ഇതുപോലെ ഒരു കല്ലുള്ളൂ നമ്മുടെ നാട്ടില് അല്ലേ? വേറെ എവിടെയും കേട്ടിട്ടില്ല, വേറെ എവിടെയും കേട്ടിട്ടില്ല. ഇല്ലില്ല ഇല്ല, പോയിട്ടില്ല. ഇല്ല ഇല്ല, പോയിട്ടില്ല. ഇതുണ്ടോ ഇത്? ഇങ്ങോട്ട് കയറി എടുക്കാവോ? കാണാമോ? അവിടെ പാറ കയറുന്ന സൂക്ഷിച്ചോ, മല ഇടിക്കരുത്. ഇവർ മാക്സിമം ഇരിക്കാത്ത രീതിയിലാണ് ഇവർ സ്റ്റെപ്പ് കൊടുക്കുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇരിക്കരുത്. ഇതുണ്ട്, ഇത് ഇതിന്റെ ഉള്ളിലേക്ക് ഇതുണ്ട്. ഉള്ളിലേക്ക് നമ്മൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ ഇതിൻ്റെ അകത്ത് ഇനിയുണ്ട്. ആണല്ലേ? ഓ ഇരിക്കും കേട്ടോ, എല്ലാം കാണുവാടെ. മറ്റേ മോഹൻലാൽ പറയുന്ന പോലെ തല്ലി പൊളിക്കുമ്പം വല്ലതും ബോണസായിട്ട് വല്ലതും കിട്ടിയാലോ? ഇതെല്ലാം കിട്ടിയാ അതെ, രക്ഷപ്പെട്ടു. വാ വാ നടക്കാം. 2.5 മണിക്കൂറൊന്നും ഒന്നും ആയില്ല. മഴ പെയ്താൽ ഇവിടെ ഇരിക്കുള്ളൂ. അല്ല നമുക്ക് പോവാം. മഴ പെയ്താൽ നമ്മപ്പാറ പോയോണ്ടേ ചെറിയ ശീലമുണ്ട് കേട്ടോ. അങ്ങനെ ബാ കയറി വാ. നടന്നോ? ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ട് പോയില്ലെങ്കിലുണ്ടല്ലോ എന്നെ കിട്ടത്തില്ല, പകുതി കിട്ടൂല. അതുകൊണ്ടാ നമ്മള് ഒരു സ്ഥലത്തെത്തി കേട്ടോ. എവിടാന്ന് ഇതിപ്പോ ശരിക്കും സ്റ്റെപ്പ് അടിച്ചില്ല, ഇതില് പോക്ക് നടക്കല്ലേ? ഇതാരും ഇത് വഴി കണ്ടുപിടിച്ചേട്ടാ. ഇത് 84 കാലഘട്ടത്തില് നമ്മുടെ ഈ നാട്ടിലുള്ള കാരണവന്മാരെ ചെറിക്കൊണ്ടിരുന്നു. ഈ സ്റ്റെപ്പൊന്നും ഇല്ലാതെ. സ്റ്റെപ്പൊന്നും ഇല്ലാതെ. എന്നാ വേറെ വഴി കാണും എവിടെയെങ്കിലും. വേറെ വഴിയുണ്ട്. അങ്ങനെ പറയും. ഇതേ കൂടെ വലിയ കയറാന്ന് വെച്ചാൽ കാരണവന്മാർ മുട്ടേന്റെ തൊലി കാണത്തില്ല. ഇപ്പം ചാടിക്കടന്നൊക്കെയാണ് 84 കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നോ? കമ്പിയൊന്നും ഇല്ല. കമ്പിയൊക്കെ ഇട്ട് കൊറോണ ടൈമിൽ നമ്മൾ കമ്പിയൊക്കെ ഇട്ട് റെഡിയാണ്. ഞാൻ എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഇറക്കി വരുന്നത്. അന്ന് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അന്ന് നമ്മൾ ചാടിക്കടന്നൊക്കെ വരും. ഇതൊന്നും തടി വെക്കൂലോട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇതിനകത്ത് എങ്ങനെ 3 ദിവസം കയറും? 3 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം കയറുമോ? 3-4 പ്രാവശ്യം കയറും. അതിന്റെ അടി കൂടെ വന്നാ ഞാനൊരു പണിയെടുക്കുമ്പോഴേ ഞാൻ ഇവിടുത്തെ ഒരു കമ്പി കൊണ്ടിട്ടു. ഞാൻ മടുത്ത് ശരിക്കും താഴെ എടുത്തിട്ട് വരുന്ന കമ്പി. ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് കഴിയുമ്പോൾ ആ കമ്പി കാണും. എൻ്റെ അടിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ അടി ചെല്ലുമ്പോൾ അടി കിടപ്പുണ്ടാക്കാൻ. ഓ എതിരെയൊക്കെ ഊണ്ടെന്ന് ഇറങ്ങിയും പതുക്കെ ചെല്ലുള്ളൂ. ഇങ്ങനെ പോയിട്ട് നമ്മൾ വളഞ്ഞ വരുന്നത് ഇതിൻ്റെ അടിയിലേക്ക് പോകുന്നു. ഇതിന്റെ അടിയാണ് വെള്ളച്ചാട്ടമുള്ളത്. അല്ല, ഇതിൻ്റെ വെള്ളമാണ്. ഈ വെള്ളം പോകുന്നിടത്ത് നമ്മൾ പോകുന്നുണ്ടോ? വരുന്നില്ലേ? ഇറങ്ങിക്കോ. മാരാവിൽ ഈ വഴി കണ്ടാ വന്നോണ്ടിരുന്നത്. പുള്ളി ഒന്ന് ചോദിച്ചാൽ ഈ വഴിക്കാണോ വന്നോണ്ടിരുന്നത്? ഇതിനെ ഓടക്കൊല്ലി അല്ലേ? ഓടക്കൊല്ലി. കയറിക്കോ. കേറി വാ അമ്മാനെ, കേറി വാ. വിട്ടോ. കൈ വേണോ? കൈ വേണ്ട. എന്നിട്ട് വേണം നീ എന്നെ ചുവന്നോട്ട് പോയെന്ന് പറയാൻ പുറത്തിറങ്ങിയിട്ട്. ഞാൻ തന്നെ വന്നോളാം. ഒയ്യോ, വീണ്ടും വിളിച്ച കണ്ടു. ഓ ഹെൽമെറ്റ് ഉള്ളത് നന്നായി. തല തട്ടിയിട്ട് ഇടിച്ച്. അയ്യോ കണ്ടു. അയ്യോ, എന്തൊരു അടിപൊളി സൈസ് കേട്ടോ. ഏത് ഭാഗമാണെന്നറിയോ? വടക്കോട്ട് നോക്കിയാൽ വല്ലതും കാണാവോ? കാണത്തില്ല. തെക്കോട്ട് നോക്കി അറിയോ? നമ്മൾ വന്ന വഴിയാണേ. തെക്കറിയാവോ? ആ ചേട്ടൻ പാടാ. അടുത്തതിനകത്ത് കയറുവാണോ? കേറണ്ടേ? കയറിക്കോ. ഇതിലേക്കൂടെ പോകണമെന്ന് പറഞ്ഞാൽ ആ കമ്പിയൊക്കെ 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ. വെള്ളം പോകുന്ന കാണുന്നില്ലല്ലോ. ശരീരിയാ മോനെ, ശരീരി. സൗണ്ട് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ? വെള്ളം കാണുന്നുണ്ടോ? വെള്ളം കാണാനേ ഇല്ല ഒരിക്കലും. നമുക്ക് കാണാൻ
നീ സൂക്ഷിച്ചോ, മറ്റേ കടത്താനം പഠിക്കത് ജലപ്പിശാശി എടുത്തില്ലേ മോഹൻലാലിന് നേരെ അതുപോലെ എവിടെ ചെയ്യുമ്പോൾ കാണാം. അപ്പൊ നല്ല മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവില്ലേ? പക്ഷെ എന്നാലും നമുക്ക് മഴക്കാലത്താണോ ഒരുപാട് വെള്ളം പോലും വെള്ളത്തിൽ പോലും നമുക്ക് ചവിട്ടേണ്ടി വരും. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു മോനെ. ഓക്കെ ഓക്കെ. മോനെ അപ്പൊ ഇതിന്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം വേറെ ഉണ്ട്. വേറെ ഉണ്ടാവും. ചേട്ടൻ പൊക്കോ, ഞങ്ങൾ പോയിട്ട് വരാം. സംഭവം മൊത്തം കോർത്ത് പിടിച്ചിരിക്കുന്നത് അല്ലേ? അടുക്കടുക്ക് പാറ ഇതിന് സർക്കാർ അനുമതി സംഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്നെ കൊടുക്കണോ അവർക്ക്? ചേട്ടാ ഇതെന്നെ ഇവിടെ ഒരു നട അടിച്ചിരിക്കണം. അതിനെ നമ്മൾ പോകാൻ പോകുന്നത്. തിരിച്ചോ? ഇതിനകത്തൂടെ ഇങ്ങനെ ഇറങ്ങുന്നത്? ഇതിനകത്തൂടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പൊ പറഞ്ഞ് പേടിപ്പിക്കണം അല്ലേ? ഇപ്പൊ പറഞ്ഞ് പേടിപ്പിക്കണ്ട. ആ സ്റ്റെപ്പ് ഉണ്ടോ? നമുക്ക് മൊത്തത്തിൽ പിന്നെ പേടിക്കാം ഒരുമിച്ച്. ഇതെവിടെ അങ്ങനെ പോകും? അല്ലാതെ എവിടെ വഴി കാണുക? അതാ അയ്യോ ചേട്ടാ ഇച്ചിരി വെള്ളം തരാം. അമ്പി ഇവിടം വരെ ഉള്ളൂ. വാടാ, വഴി അറിയാലോ അല്ലേ? തിരിച്ചടക്കാൻ വഴി അറിയാലോ. ഇടയ്ക്ക് 2 കല്ല് വഴിയുടെ നടുക്കൊണ്ടതേ ഉള്ളൂ. ബാക്കി ഈസിയായിട്ട് നമുക്ക് പോകാം. ഭയങ്കര വെള്ളത്തിൽ അത് ഒഴി വരും. പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാരെ മുന്നിലും വക്കും കുപ്പി നിരോധിക്കേണ്ടി. കുപ്പി നിരോധിക്കാം. കുപ്പി നിങ്ങൾ കേൾക്കണം. എന്തെങ്കിലും കുഴപ്പമില്ലല്ലോ. പോവില്ല. വലിയ വെള്ളത്തിലല്ലോ ഇല്ലല്ലോ. കാണാം അവിടെ വല്ലോ? ഒന്നും കാണത്തില്ല, പേടിക്കണ്ട. ചേട്ടാ വെട്ടം. അയ്യോ എന്റെ അമ്മേ. വളരെ അടിപൊളിയാ. ഞാൻ ടോർപ്പിക്കുന്നേട്ടാ. ചേട്ടാ എന്നെ അവിടെ ഒന്ന് വെട്ടോടിച്ചു. എന്നെ കാണണം ചേട്ടോ. എന്നെ വെട്ടോടിച്ചു. എന്നെ കാണാ? ഇല്ല. എന്നെ കാണാം. വേർത്തൊള്ളു പോയി. വേർത്തൊഴി. ഇത് നമ്മളെങ്ങോട്ടാണോ പോന്നെ? വെള്ളം ഒഴി. അയ്യോ ഇത് വെട്ടം വെട്ടം വെട്ടം. അയ്യോ ആ ഇവിടെ ആയിരുന്നോ? മെയ്യല്ലോ ആണോ? ഓ നമ്മൾ ഇറങ്ങാൻ പോയി. ആണല്ലേ? പോയി നോക്കാൻ പറയുന്നോ? എടാ എടാ പുള്ളി മുമ്പിൽ പോട്ടെ, ചേട്ടാ മുമ്പിൽ പോട്ടെ. കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. കയറും ചെറുതായിട്ട് മോളോശല്ല അറിയണേ. ചോറുണ്ടല്ലോ. ഇറങ്ങട്ടെ? ഇറങ്ങിക്കോ. ഊരണോടാ? ഊരണോ? ഊരുണ്ടെന്നേ. എന്നാ നനയട്ടെ. നനയട്ടെന്നേ. കല്ലിളക്കുന്നുണ്ട് ഇവിടെ. സ്ഥലമുണ്ട്. ചേട്ടാ ഈ സാധനം കായ കേട്ടോ. പയ്യന്റെ ഊരുള്ള മീനാണ്. നിങ്ങൾ എന്നാ പോകട്ടെ. അവന് ചെടിക്കകത്ത് കിടക്കും.
അവിടെ കിടക്കുന്ന വ്യത്യാസം. വെള്ളം ഉള്ളപ്പോൾ ഒരു ഫീലും വെള്ളം ഇല്ലാതെ വേറൊരു ഫീലും ഉണ്ട്. അതെ, ഇത് നല്ല പോളിഷ് ആട്ടെ, പാറ പോയി. ഇതിലെ വെള്ളം കവിഞ്ഞൊഴുകുന്നോ? ആ ആണോ? ഓ, അന്നേരം ആൾക്കാർ വരാറുണ്ട് ഇവിടെ. ഇത് ഒട്ടും വെള്ളം ഇല്ലാത്തപ്പോൾ വേറൊരു ഫീലാ. വെള്ളം ഇല്ലാത്ത പറഞ്ഞാൽ ലുക്കില്ല. വെള്ളം ഇല്ലെങ്കിൽ ലുക്കില്ല. വെള്ളം ഇല്ലാത്തപ്പോൾ വേറൊരു നല്ലൊരു മൂടയാണ്. ആണോ? എല്ലാം പറഞ്ഞു. ഓ, എറണാകുളത്ത് വെള്ളം ഉള്ളപ്പോൾ വെള്ളം ഇല്ലാത്തപ്പോൾ നന്നായി. അവർക്ക് 2 ഇഷ്ടപ്പെട്ടു. ഈ കല്ല ഈ കല്ല നീ മുമ്പ് ഇളക്കിയത്. അവിടെ താഴെ വെക്കല്ല, അവിടെ വലിയ കുഴിയാണ്. പോട്ടെ. അല്ല, എനിക്കൊന്നും കാണത്തില്ല. ഇനി അവിടെ വന്നു. ഇങ്ങോട്ട് അടിച്ചേട്ടാ. വാ കുറച്ചുകൂടെ കൊണ്ട് വാ. പോകും. പോട്ടെ. ചേട്ടാ, എനിക്കൊന്നും കാണത്തില്ലല്ലോ. അങ്ങോട്ട് പോകുന്നതാണോ? മൈക്ക് കളഞ്ഞേക്കരുത്. എന്നെ കാണുന്നുണ്ടോ? ഇല്ല, എനിക്കൊന്നും കാണത്തില്ല. രാവിലെ നടക്കാറുണ്ട്, വളരെ ഉപകാരം കേട്ടോ. എനർജി അങ്ങോട്ട് നോക്കിയിട്ടുണ്ടല്ലോ. നമ്മള് മീൻകുളം കാണാൻ പോയപ്പോൾ തിരിച്ച് നമ്മള് കയറിയാണ് തോന്നുന്നു കേട്ടോ. നമ്മുടെ ജില്ല വന്നു. പിന്നെ നമ്മൾ പുറത്തോട്ട് നടക്കണം. അത് ഇതിലെ അങ്ങോട്ടോ ഇങ്ങോട്ട് വാ. അടുത്തോട്ട് വാ. വാടേ നടന്നോ പോട്ടെ. ഒരു ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. തലേ കുറച്ചുകൂടി ഭംഗിയായിട്ട് വരുമല്ലേ. വാ, ഇവിടെ സൈഡിൽ ഭിത്തിയിൽ ഊക്കടിച്ചിട്ടുണ്ട് കേട്ടോ. അത് പിടിച്ചേ പോകണം. വാ, ഇറങ്ങിയോ. ഭിത്തിയ ഹുക്കുണ്ട്, താഴെ ചവിട്ടാൻ. ഭിത്തിയ ഹുക്കുണ്ട്, താഴെ ചവിട്ടാൻ ഇതുണ്ട്. വാ, കമാൺ. ഇത് ആൾക്കാർ പിടിച്ചാണ് ഇങ്ങനെ പോലീസായത്. ഇത് പോലീസ് ആയതല്ല, ഇത് പണ്ടേ ഇത് ഇങ്ങനെ തന്നെ. ഞാൻ എൻ്റെ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അറിയില്ല, അന്ന് ഞാൻ ഇതേ വന്നത്. അന്ന് ഈ പാറക്കൽ ഇങ്ങനെ തന്നെ അല്ലേ? അന്ന് ഈ പാറക്കല്ല് ഇത് തെന്നൽപ്പാറ അന്നും അറിയപ്പെടുന്നു. അന്നും ഈ പാറ നല്ല തിളങ്ങി തെന്നലുള്ള പാറയാ. ഇവിടെ കമ്പിയുണ്ടോ? ഇല്ലല്ലേ? അത് തെന്നൽപ്പാറ എന്ന് പറഞ്ഞത് തെന്നൂന്ന് പറഞ്ഞാൽ ചവിട്ടുമ്പോൾ സൂക്ഷിച്ചോട്ടോ. വാ വാ, കാണാവോ? അടിപൊളിയല്ലേ? എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഇടണം, എന്നാലോ പറ്റുള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഒരു ആർച്ച അല്ലേ? ഒരു വീടിന്റെ ഒരു ഡ്രസ് പോലെ തടസ്സമാണ്. ഡ്രസ് വർക്ക് നടത്തി കണക്ക് കറക്റ്റ് കാണാൻ. അതെ, ബോഡിയെ കയറ്റി കണക്ക് കറക്റ്റ് ബോഡിയെ കയറ്റി. താഴെയാണോ ഇതിലെവിടെ? ഇവിടെ പണ്ട് കാലത്തെ
ഇവിടെ ഒരു കടുവേനെ വെടിവെച്ച് വന്ന ഹൈദരാബാദ് ഇതിനകത്ത് ഓ ഈ അത് മതി. കണ്ണപ്പാറ കാരണം ഇത്ര safe ആയിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം വേറെ ഇല്ല. സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സ്റ്റെപ്പാട്ടോ. സ്റ്റെപ്പേ സ്റ്റെപ്പാണ്. ഈ വള്ളിക്ക് നല്ല ബലമാണ്. സ്ട്രോങ് വള്ളി. അമ്മേ വെട്ടിയൊക്കെ ഉണ്ടല്ലോ ഏ ഇത് ഇടയ്ക്കേതെല്ലാം നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഇതാണ് നമ്മുടെ വഴി. ആ അതാ വഴി. ഇനിയൊരു പടിയുണ്ട്. ഇനിയൊരു പടിയുണ്ട്. നമുക്ക് പോകേണ്ട വഴി അങ്ങോട്ടല്ലേ? ആ വഴി തെറ്റി. ഇത് ഇനി ഈ പാറ കാട്ടോ. ഇതാവുമ്പോൾ ചെറിയ ചെറിയ ഗുഹകൾ വേറെ ഉണ്ട്. ഇതുണ്ട്. ചെറിയ ഗുഹ വേറെ ഉണ്ട്. ഓ അതിനകത്ത് കയറാൻ ഭയങ്കര ഡേഞ്ചറാ. അത് പിന്നെ ആരും പോക്കില്ല. അത് പാടാ. ഒന്നെച്ചാ ഏതാ അത് മറ്റേ വഴിയുണ്ട്. നമ്മൾ ആമപ്പാറ പോലത്തെ വഴിയാണ്. അതിൽ പോയ പിന്നെ കുഴപ്പം? അതിലൊക്കെ കയറാൻ പറ്റില്ല. എങ്ങനെ വളയും? നീ മറ്റേ ഡബ്ല്യൂ പോലെ വളയും. പിന്നെ മേളിൽ വെച്ച് നോക്കടാ. ആ എന്നാ വേണ്ട, നിനക്ക് പേടിയാണ് വേണ്ട. അടിച്ച് തെറ്റാക്കി വെച്ചിട്ട് ഇത് ചുമ്മാ അങ്ങനെ ഇറക്കി ഉറപ്പിച്ചേക്കണം. ഗ്രൗണ്ട് ഇട്ടോ അതോ ഗ്രൗണ്ട് ഒന്നും ഇട്ടില്ല. നമ്മൾ ഡ്രില്ല് ചെയ്ത് കമ്പിയടിച്ച് ഇറക്കിയിട്ടേക്കുന്നു. വളച്ച് ഒന്ന് വളയ്ക്കും. ആ ഹാ വെൽഡ് ചെയ്യും. ബാ ബാ ബാ. അയ്യോ കുടുങ്ങിയ കുടിയാ? ഇല്ല രക്ഷപ്പെട്ട്. അടിപൊളി. എങ്ങനെ ഒരു കാര്യം ചെയ്യ്. ക്യാമറ ഞാൻ വേറെ ആളെ ഏൽപ്പിക്കാം. നീ ഒരു തീരുമാനമാക്കിട്ട് പോവാ. കവള് 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 നോക്കിക്കോളൂ. കവള് ആ പോവാ. ഓക്കെ രക്ഷപ്പെട്ടു. അമ്മേ അടിപൊളിയാട്ടോ. പിന്നെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഡ്രസ്സും കൊണ്ടേ വരാറുള്ളൂ. ഞങ്ങൾ പിന്നെ ഡ്രസ്സ് കൊണ്ടുവന്നുണ്ട്. വന്നപ്പോഴേ പറഞ്ഞു ഡ്രസ്സുമായിട്ടേ വരാറുള്ളൂ. ഡ്രസ്സ്, വെള്ളം, ഷൂ പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പം വരത്തില്ല. പ്ലാസ്റ്റിക്കിന് ഉദ്ദേശം എന്നാ പറയാം, വെള്ളം നിറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഏത് സാധനം കൂട്ടാ. അവിടെ കമ്പി അടിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ അതിലേക്ക് കയറുന്നത് ആ. അങ്ങോട്ട് പോയിട്ട് അതിലേക്ക് കയറുക. കുപ്പി വന്ന് കിടക്കുന്നുണ്ട്. അതെ അതെ. ആരും കുപ്പി നെയ്യ് പിടിച്ചോണ്ട് പോകുമ്പോൾ താഴെ പോകും. ആ ഇനി നമ്മളെല്ലാം പെറുക്കി അവിടെ വെച്ചു. അത് കൊണ്ടാ സമയം കിട്ടിയില്ല. ഇനി ഇത് ഇറങ്ങേണ്ടതേ റിവേഴ്സ് ഇറങ്ങണേ. നമ്മുടെ ബോഡി ഇങ്ങോട്ടായിരുന്നു. നമ്മൾ താഴെയാണ് മുമ്പ് പിടിച്ചേ കയറാൻ. ഇതിന് താഴെയാണ് പിടിച്ചത്. ഇതിലേക്ക് കയറാമെന്ന് ചോദിച്ചു. മറ്റേ ഇത് വഴിയല്ല. അല്ല റിവേഴ്സ് ആട്ടോ ഇനി. നമ്മൾ അവിടെ ഒരു കംപ്ലീറ്റ് ആക്കാൻ പോയെന്ന് പറഞ്ഞു. ആ ആ അങ്ങോട്ടേക്ക് നമ്മൾ പോകും. ആ ഓക്കെ ഓക്കെ. എൻ്റെ ഫോണിൽ അടിക്കണം. ഒരു മിനിറ്റ്. എടാ ഇനി ഇവിടെ റിവേഴ്സ് ഇറങ്ങണം കേട്ടോ. ആ വിട്ടോ. മത്തായി പാത്ത്. അയ്യോ ഇതെന്ത് കിണറോ? എന്താ സ്റ്റെപ്പ് കറക്റ്റാണോ? സ്റ്റെപ്പ് ആണ് നിൽക്കണേ. അടിപൊളിയാട്ടാ. ഇത് മറ്റേ ബെൽറ്റൊക്കെ ഇട്ട് കെട്ടി തൂങ്ങി ഒക്കെ ഇറങ്ങാം. എന്നായിരിക്കും എന്റെ മുഖത്തിൽ ഉറവ് പൊട്ടുന്നുണ്ടോ? പെട്ടെന്ന് എന്നാ ഈ ക്യാമറ പോട്ടെ ഇറങ്ങിയോ. ഞാനോ ഇത് 1 മിനിറ്റ് ക്യാമറ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുവാണേ, അല്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ല. റിവേഴ്സ് ഇറങ്ങണേ. റിവേഴ്സ് ആ
ഇതേ പോന്നു, ഇതാ വഴി. പോവാം. അയ്യോ ഇതേ ഇനി എവിടെ ചവിട്ടും? പോവാം. ഇതൊരു ഗുഹയുണ്ടോ? ഇതിന് താഴെയാണ് നമ്മുടെ ഇരുട്ടുപൊളി. അപ്പൊ ഇരുട്ടുപൊളി ചെല്ലുമ്പോൾ ചെറുക്കൻ മോള് കൊടുക്കുക. തലക്കെടുക്ക്. ലൂസാക്കടാ, ലൂസാക്കിട്ട് വെച്ചിട്ട് ട്രൈ ചെയ്താൽ ഇല്ല അതില്ല, നീ ധൈര്യമായിട്ട് പോകത്തില്ല. ആ ഓക്കെ. നമുക്കൊന്ന് ഇരുന്നിട്ടൊക്കെ ഒന്ന് പോകേണ്ടി വരും. ഇരുന്ന് നിരങ്ങിയിട്ടൊക്കെ ഒന്ന് പോകേണ്ടി വരും. ആണ് കുഴപ്പമില്ല. കൈപ്പടി വിടാണ് അങ്ങനെ ഇറങ്ങണ്ടേ? തിരിച്ച് ഇവിടെ ഒരു കമ്പിയുണ്ട്. ഇടത്തേക്ക് കാണാം. ഇവിടുത്തെ ഇടത്തേക്ക് കാണാം. ഇടത്തേക്ക് ഇറങ്ങി വാ. ഇങ്ങോട്ട് കിടക്കാം. പോട്ടെ. ഇല്ല ഇല്ല, അത് പോലെ പോലെ എന്നെ കൂടെ കൊണ്ടുപോടാ. വാ വാ പെയ്യ പെയ്യ തിരിഞ്ഞിറങ്ങ തിരിഞ്ഞ് തിരിഞ്ഞിറങ്ങി തിരിഞ്ഞ്. അയ്യോ അതെ, നീ അങ്ങോട്ട് വേണ്ടി മൊബൈൽ അങ്ങോട്ട് വാങ്ങാം. എനിക്ക് അല്ലാണ്ട് കൈ കുത്തത്തില്ലല്ലോ. ഞാൻ വരാം വരാം. ഫോൺ മണിക്കാരുണ്ടോ? ഞാൻ പറഞ്ഞോ വേണ്ട അതേപോലെ തിരിച്ചു വിട്ടു. പോട്ടെ പോട്ടെ പറഞ്ഞു. ഇങ്ങോട്ട് ആ വെള്ളം ഇങ്ങോട്ട് അവിടെ വെള്ളച്ചാട്ടമുണ്ട്. ഞാൻ പിടിച്ചോ. വെള്ളത്തിന് ചോദിച്ചാൽ കഴിയുമല്ലേ? കാട്ടക്കീളെ കാട്ടക്കുള്ളേ പോവാം. വന്നുള്ള കൈ നോക്കിയിട്ടേ കൊണ്ട് അയ്യോ കുടുങ്ങി. ഈ ഫ്രണ്ടിലെ കാലം ഉണ്ട്. കാലോട് മുടങ്ങി അത് തിരിഞ്ഞു. പോവാ പോവാ. ആ പോവാ. ആഹാ അടിപൊളി. അതല്ല ഗുണമേവിലെ സംഭവം പോലെ ഗുണാക്കാൻ വന്നോട് ഗുണ എന്താ വെള്ളം ഒഴിച്ചോ? ഇത് വെള്ളം കുടിക്കാണോ സാർ? കുടിക്കാമോ? കുടിക്കണം, ഞങ്ങൾ കുടിക്കണം. ശുദ്ധമായ വെള്ളം. പിന്നെ ഇതുണ്ടോ? ഇവിടുന്ന് മേളിലേക്ക് നോക്കി, മേളിലേക്ക് നോക്കി. ഇത് ആ കണ്ടോ, അതിൻ്റെ ആ കല്ലിൻ്റെ ഘടനയൊക്കെ കണ്ടോ? കുറച്ചും കൂടെ മേളിലേക്ക് നോക്കി.
അതിനെയൊക്കെ സെറ്റാക്കി വെച്ചേക്കും കേട്ടോ. കുന്തിരിക്കുന്നതിന് മണം അടിക്കുന്നുണ്ടോ? ഉണ്ട്. ഇല്ല, പ്രേതം വരുമ്പോൾ കുന്തിരിക്കുന്നതിന് മണം അടിക്കുന്നുണ്ട്. കുന്തിരിക്കുന്നതിന് മണമല്ല, വാവാലിന്റെ മണം. ഒരു മിനിറ്റ്, ഞാനത് വെള്ളം ഒന്ന് നോക്കാനുണ്ട്. ഒരു മിനിറ്റ്. ദിനോസറിന്റെ മുട്ടയാണോ അടിക്കുന്നത്? ദിനോസറിന്റെ മുട്ടയാണോ വെള്ളച്ചാട്ടത്തിൽ അടിക്കുന്നത്? ശരിക്കും കൂടെ കുറഞ്ഞാൽ മതി. മൈക്കൊന്ന് താഴെ പോയി. എന്റെ മൈക്ക് എന്റെ കോളറുണ്ടാവോ? ഒന്ന് നോക്കിയേ. ആ, വെട്ടം കാണുന്നുണ്ട്. ആ, പോട്ടെ പോട്ടെ. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചോ. എടാ, അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചോണം പ്രത്യേകം. ഒരു കാര്യം പറഞ്ഞേ, ഒരു കാര്യം ശ്രദ്ധിച്ചോണം. എന്ത് സാധനം കൊണ്ടുവന്നാലും അവനെ റിസ്കിലെ കൊണ്ടുവരാവുള്ളൂ. ഇത് കണ്ടോ, മൈക്കോട്ടെ മിക്കവാറും മൈതായിട്ടുണ്ട്. വലിയ ആയാലും തിരിച്ചു പോകണം എന്നറിയാതെ ഇത്ര വരുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ക്യാമറ കൊണ്ടുവന്നാൽ പറയും. അതിന് നീ പോയ കുഴപ്പം. അവിടെ വരെ വഴിയുള്ളൂ. മറത് ഇവിടെ ഇങ്ങോട്ടാണ്. പിന്നെ നേരെ അങ്ങോട്ട് പോകും. ഒരു ഇക്കട്ട് പോലെയാണ്. ഇക്കട്ട് പോലെയാണ്. ഇനി അങ്ങോട്ട് പോയിട്ട് നമ്മൾ ആദ്യമേ ഫോട്ടോ എടുത്തോളാം. ആദ്യമേ ഫോട്ടോ എടുത്തോളാം. ആ മുകളിലോട്ട് കയറുന്നത്. ആ, അവിടെ ശരി. ഇതിനെ പോയത്. അപ്പൊ നമ്മളത് പോകത്തുന്നത് അവിടെ ഓൾറെഡി പോയതാണല്ലേ? അല്ല, അങ്ങോട്ട് പോയാൽ നമുക്ക് ബാക്കിയുള്ളതും കവർ ചെയ്യാൻ പറ്റിയതാണ്. ആണോ? നമ്മൾ ഇവിടെ കൊണ്ട് നടത്തിയ ആൾക്കാർ. അല്ലെങ്കിൽ നമ്മൾ നേരെ താഴത്തല്ല പോകുന്നത്. ഓക്കെ ഓക്കെ. പിന്നെയും കയറി വരണ്ട. ഇതിൽ ഇറങ്ങി നോക്കണം, വേണ്ടല്ലോ. ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങി താഴോട്ട് റൈറ്റോട്ട് പോകണം അല്ലേ? എങ്ങനെ ഉണ്ടാകും? 5 മണി വരെ സമയം വെച്ചേക്കുന്നത്. 5 മണി വരെ അല്ല, 5 മണിക്ക് ഇപ്പോൾ വന്നെന്ന് വെച്ചാൽ ഒരാൾ. അപ്പൊ 7 വരും. അപ്പൊ എങ്ങനെ? 7 മണിക്ക് കുഴപ്പമില്ല. ആ, നമ്മളെ ക്യാമറ കയറി കേട്ടോ. പിടിക്കണ്ട, ഞാൻ കയറിക്കോളാം. അയ്യോ, ടെറർ, ഹൊറർ. ഈ വവ്വാലിന്റെ വിസ്ഫോണം. ആ മണം, അതെ അല്ലേ? പിന്നെ അച്ഛൻ്റെ വവ്വാലിന്റെ മണം. ഇത് കഴിക്കുന്നത് ഇത് ഫുള്ള് കഴുകി ഇറക്കിയതാണ്. വീണ്ടും അതേ പറഞ്ഞു. ആ അങ്ങനെ പോകില്ലടാ, കാല് മുമ്പോട്ട് വിട്. കുടുങ്ങി. നമുക്ക് തടി കൂടുതൽ, നമുക്കല്ല എനിക്ക്. തല പൊട്ടല്ലേ?
എടാ അങ്ങനെ പോകൂലടാ, അങ്ങനെ നിന്റെ കാലിൽ അപ്പുറത്തോട്ട് വരുമോ? എങ്ങോട്ടാണ് രാത്രിയിൽ മുട്ടിലഴിഞ്ഞ്? എനിക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. എന്റെ തലവേദന ഗുളിക കളഞ്ഞു. എന്റെ തലവേദനയുടെ ഗുളിക കളഞ്ഞു. ഞാൻ അത് തപ്പി വന്നു. മച്ചമ്പി കിടക്കില്ല വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എടാ ഇതൊന്ന് പിടിച്ച് ഒരു മിനിറ്റ്. നീ യോഗ പഠിച്ചിട്ടുണ്ടോ? യോഗ യോഗ പഠിച്ചിട്ടുണ്ടോ? വന്നോ? നേരത്തെ പോട്ടെ. മേളി കമ്മിയുണ്ട്. മേളി മേളി കണ്ടോ? ചവിട്ടിക്ക് നമ്മളങ്ങനെ ഗുഹയ്ക്ക് അകത്തുനിന്ന് ഒരു എൻട്രിയുടെ പുറത്തോടെത്തി. കുറച്ച് വെട്ടം കാണാൻ പറ്റിയപ്പോ വേണം അഞ്ചു ഇരിക്കാം. വെള്ളമൊക്കെ കുടിച്ചേ. എവിടെ ഇരിക്കുന്നേ? ആരടാ കഴുത്തെ പിടിച്ചത്? അയ്യോ, ഹെൽമെറ്റ് രണ്ടാമത് ഉപകാരം ചെയ്തു. അയ്യോ അയ്യോ, അതെവിടെ വെച്ചേ? ഇതൊന്ന് ഓഫ് ചെയ്തേ. വലിച്ചിരും വെള്ളം ഇനി ഞങ്ങള് അടുത്ത കടമ്പിലോട്ട് കിടക്കാം. പകുതി ആയിട്ടുള്ളൂ കേട്ടോ. പകുതി ആയിട്ടില്ല. പകുതി ആയിട്ടില്ല. ആയിട്ടില്ലെന്നല്ലോ പറഞ്ഞത്. പകുതി ആയിട്ടില്ല ഏടാ. അപ്പൊ പകുതി ആയിട്ടില്ല. മൊത്താഴ്ച വാടാ പോയേക്കാം. ജഗതി പറയുന്നത് നാട്ടിലെ ആശ കളരിയാശ ചുമ്മാ ഇരിക്കാൻ. നേരത്തെ പറയുമായിരുന്നു, അഭ്യാസം പഠിച്ചിട്ട് വരായിരുന്നു. ഇപ്പുറത്തൂടെ ഇങ്ങനെ കണ്ടോയിരുന്നു എതിരായത് വരുന്നേ. ആൾക്കാർ പിടിച്ചത് ഇപ്പം വേറെ അടിപൊളി. ഇതാണ് നമ്മൾ പോകാൻ പോകുന്നത്. നീ ഇവിടെ ഇരുന്നാ മതി, ഞാൻ ചെന്നിട്ട് വിളിക്കാം. ആഹാ, ഓ ഇത് കയറണമെങ്കിലുണ്ടല്ലോ ക്യാമറ മാറ്റി വെക്കണം. പിടിച്ചില്ലേ കയറാൻ പറ്റത്തുള്ളൂ. കൈപ്പിച്ചോണ്ട് കയറത്തില്ലല്ലോ. എന്നാ ജി? ആ, ഞാൻ കയറിയപ്പോൾ നിനക്ക് നല്ല ഈസി ആയിട്ട് തോന്നി അല്ലേ? വഴി നടക്കാതെ വഴി നടക്കാതെ ചേട്ടാ, ഇവിടെ ഒരു കമ്പിയുടെ കുറവുണ്ട് കേട്ടോ. അത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ കമ്പിയുടെ കുറവുണ്ട്. അവിടെ ഒരു കമ്പിയുടെ കുറവുണ്ടെന്ന് ആരും പറയാം. ആ സാധനത്തിന് സ്മെല്ല് നോക്കിയേ. ഞാനറിയാതെ ഈ നാട്ടിൽ ചേട്ടാ ഇതിങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, കാരണം നമ്മളെ പിടിക്കും. കൂടെ കൊണ്ടുവന്നാലും കേട്ടോ വിളിച്ചല്ലേ. നമ്മളൊരു തുറന്ന സ്ഥലത്തെത്തി കേട്ടോ. നിനക്ക് ഇതിലെ കൂടെ കാണാൻ പറ്റുമോ? നീ പോടാ അവിടുന്ന്. ഇത് നമുക്ക് കയറി പോകേണ്ട വഴിയാണേ. അയ്യോ, അപ്പോൾ കയറട്ടെ. ഇത് കയറി കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ എടുക്കാം. ഇതുവരെ കയറുമ്പോൾ എടുത്തുകൊണ്ട് കയറാൻ പറ്റത്തില്ല. ആ അങ്ങനെ പോകല. കൊന്നാലും പിടിവിടുമല്ലോ. ഓ കയറിയോ.
അതാരാ നമ്മൾ കഴിഞ്ഞ ദിവസം മടിക്ക് മണ്ഡലം മടിക്ക് നമ്മൾ തലക്കാവരി അല്ലേ തലക്കാവേരി അങ്ങോട്ടാ നിങ്ങൾ പോയതാ ആ അടുത്ത് പോയോ അവിടെ നോക്കണം ഞാൻ ബോർഡ് വെച്ചിട്ട് നിങ്ങൾ പെറുക്കുന്ന ഫോട്ടോ കൂടെ വെക്കണം ഫ്ലെക്സിൽ കുപ്പി നമ്പർ ഇട്ട് എഴുതി കൊടുത്തു അല്ലേ വെള്ളം കുപ്പി കൊടുത്തു വിട്ടോ കുപ്പിയെ ടാഗ് ഇട്ട് കൊടുത്തു വിടണം വേണ്ടെന്നേ ഒരു കുപ്പി കൊണ്ടുപോകുമ്പോൾ 50 രൂപ കൂടെ വാങ്ങി വെക്കുക തിരിച്ചു വന്നു കഴിയുമ്പോൾ എത്ര 100 വാങ്ങിക്കല് 50 വാങ്ങിച്ച് അമ്മമാർ കളഞ്ഞിട്ട് പോകുകയാണെങ്കിൽ 100 രൂപ വാങ്ങിച്ചു വെക്കണം ആ ഒരു കുപ്പിക്ക് 2 കുപ്പി കൊണ്ട് 200 രൂപ വാങ്ങി വെക്കുക നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ അല്ല ഇപ്പൊ തൊട്ട് പറഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റും അതോടെ ചേട്ടൻ പേടിക്കല്ലേ കാരണം നമ്മളിത് മുന്നോട്ട് നടത്താനുള്ള അങ്ങനെ ചിന്തിക്കരുത് എന്ത് സംഭവം തുടങ്ങിയാൽ തുടങ്ങുമ്പോഴേ പറയണം തിരിഞ്ഞിട്ട് പോകണം പട്ടാമ്പിന്ന് വന്നായിരുന്നു ഇതാ ഇപ്പൊ സൂപ്പറായിട്ട് ഞാൻ കേരളം കേൾക്കില്ല കയറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ഇത്രയും തിരിച്ചിറങ്ങും കേറില്ലെങ്കിൽ തിരിച്ചറിയണം അമ്മേ ഇങ്ങനെ നമ്മൾ കയറും ഓ കേറാം പിന്നെ ഇതല്ല ഇതിൻ്റെ അപ്പുറം ആടി കടന്നവനാണ് ഈ കെ ജോസഫ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇനി ഞാൻ വരാവേ ബാ. എനിക്ക് പിന്നെ വലിയ കുഴപ്പമില്ല കിടന്ന് അയ്യോ തലേന്ന് മുട്ടിയെന്നുള്ളൂ സാരമില്ല പോവാ അടിപൊളിയാ കേട്ടോ അടിപൊളിയാ തല നോക്കിയോ കേട്ടോ നമ്മുടെ ചേട്ടൻ അങ്ങോട്ട് പോയി ഞാൻ ആ റൗണ്ടിന് പട്ടം വെച്ചു റൗണ്ട് വെച്ചു ഇവിടെ അങ്ങനെ സ്പേസ് ഉണ്ടല്ലേ വരുമല്ലേ വന്നോ അയ്യോ തല മണ്ണ് പോകുന്ന തല ഇടിക്കുന്ന കേട്ടോ ആ ചേച്ചി അവിടെ ഒരു ചിരിയുണ്ട് കേട്ടോ പാൻറ് ഷർട്ട് കട്ട്ലേറ്റ് വേണ്ടല്ലോ ആണോ വേണ്ട അയ്യോ കണ്ണു കാണുന്നില്ലല്ലോ ഇവിടെയാണ് ചേട്ടാ കയറണേ അതിൽ കയറണം പിടിക്കണം ഒന്ന് കഴിയണം കയറി കയറി ഇവിടെ കുറച്ച് അത് ശരിയാ പിടിക്കാൻ സാറ് കമ്പി അടിച്ചാൽ കയറാനും പറ്റത്തില്ലേ അയ്യോ അവനോട് കൈ കൊടുക്കേ ഇല്ല ഞാൻ കുഴപ്പമില്ല ഞാൻ കയറി വരും അമ്മേ അടിപൊളിയല്ല ഫോണും ബൈക്കൊക്കെ സൂക്ഷിച്ചോണേ പോയി ഇറങ്ങാൻ പോലും പറ്റത്തില്ല മിഠായിക്കാരുടെ കൂടെ സ്വാമിയുടെ മൊത്തം പുറമ്പോ അയ്യോ അമ്മേ പോട്ടെ 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 ഓ ഇവിടെയൊക്കെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വരാൻ പറ്റിയ സ്ഥലം കേട്ടോ അനീഷേ ഇവിടെ ഒന്ന് വരാനും വളരെ ഈസിയാടാ അല്ല വലിയ എന്താ പറയുക ബുദ്ധിമുട്ട് പിടിച്ച സ്ഥലമൊന്നുമല്ല എത്തിപ്പെടാനേ നേരെ എവിടെയാണെങ്കിലും ശരി നേരെ ഈ സ്ഥലത്തെ പ്രത്യേകത കേരളത്തിൽ പയ്യന്നൂർ വരിക പയ്യന്നൂരിൽ നിന്ന് പുളിങ്ങോന്ന് പാലാവേലിൽ നിന്ന് ഓടക്കൊല്ലി ഇതെല്ലാം കൂടെ പയ്യന്നൂരിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ഇവിടെ എത്തുകയും ചെയ്യും 40-42 കിലോമീറ്റർ നമുക്ക് ഇവിടെ എത്താം മുറ്റത്ത് വരെ വണ്ടി വരും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ശരിക്കും ഒരു 3-4 മണിക്കൂർ അഡ്വഞ്ചർ ചെട്ടപ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാം ഓക്സിജൻ സംഭവം അല്ലേ ഓക്സിജൻ കുടിവെള്ളം ഇത് നമ്മൾ ആവശ്യമുള്ള നിന്നല്ല തന്നെ നിന്ന് പോകുന്ന കേട്ടോ ഇവിടെ വരുമ്പോൾ അല്ല ഇവിടെ സംഭവം നല്ല അല്ലേ ഇതിലിവിടെ ഇപ്പം പൊടി മണ്ണാണ് മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെയൊന്നും ഇത്രയും കാലമായിട്ട് വെള്ളം വന്നിട്ടില്ല ഇപ്പോഴും ആ പൊടിമണ്ണ് തന്നെയാണ് ഇവിടെയൊക്കെ വെള്ളമൊഴിക്കില്ല ഇല്ല വവ്വാല് താമസമാണ് തോന്നുന്നല്ലേ കാട്ടം കിടക്കുന്നു ഉണ്ടോ വവ്വാലായിരിക്കും തന്നെ മറ്റേ ആയിരിക്കും വള്ളിപ്പടപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോണതേ കാലെടുത്ത് വെക്കുമ്പോൾ വള്ളിയുടെ ഇടയിൽ കുടുങ്ങിയിട്ട് അടുത്ത കാല് വെക്കുമ്പോൾ മറിഞ്ഞു വീഴരുത് ഇതൊക്കെ ഗ്ലാസ് ബ്രിഡ്ജ് ആക്കണം അടിപൊളിയായി ഇവിടെ ഇങ്ങോട്ടായി വരൂല അമ്മേ
ഇവിടെ മാത്രം ഈ ചേട്ടൻ്റെ സഹായം വേണം ഇറങ്ങാൻ കേട്ടോ. ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് ഇറങ്ങിച്ചു ഇവിടെ മാത്രം. ഓക്കെ, ഞാൻ പിടിച്ചോളാം. ആട്ടിപ്പിടി. കൊളസ്ട്രോൾ മിക്കവാറും അങ്ങോട്ട് കുത്തിയൊക്കെ വരും. തീർന്ന വാ. അയ്യോ, നല്ല സൂപ്പർ ഗുഹ കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ, ബൈനോക്കുലർ ടോക്സ് ഇത്ര റിസ്ക് എടുത്തൊരു യാത്ര നടത്തിയിട്ടില്ല. ആദ്യം കേട്ടോ. എൻ്റെ അമ്മ ചിലങ്ക കളിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ഒന്നാമത് എനിക്ക് പേടിയാ, അതിനോട് നീ വീണ്ടും പേടിപ്പിക്കലടാ. അയ്യോ, ചേട്ടൻ പോയോ? കമ്പി ഉണ്ടോ? ഏയ് ഒന്നും കാണത്തില്ലല്ലോ. ഓ, ഇവിടെ ഒന്നും കിട്ടത്തില്ലടാ, ക്യാമറയിൽ ഫുള്ളി ഇരുട്ടാ. അയ്യോ അമ്മേ, അയ്യോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അഡ്വഞ്ചർ എന്ന് പറഞ്ഞാലേ ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇതിന് നോർമലായ ഒരു പാതയുണ്ട്, പാറയ്ക്ക് വിട്ട് നടന്ന് ചുമ്മാ ചുറ്റിക്കറങ്ങി. എടാ നിന്റെ മേത്തുനിന്ന് പുക പറക്കുന്നുടാ അനുഷേ. നീരാവി. അല്ല അത് ഒരു മിനിറ്റ്, ക്യാമറ കിട്ടുമോ കേട്ടോ. അവിടെ നിന്ന് വേർത്തിട്ട് ചൂടായിട്ട് ആവി പോന്നു പുറത്തൂടെ. ഓ കിട്ടുന്നില്ല, പോയി. അയ്യോ, അനീഷ് കത്തിപ്പോയി. അയ്യോ, എന്നാ ഇത് അത് പ്രത്യേകം പറഞ്ഞു കേട്ടോ. അഡ്വഞ്ചർ അവരോട് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 100 രൂപയ്ക്ക് കണ്ട് സന്തോഷമായി തിരിച്ചു പോവാം. ഇത് കുറെ കഷ്ടപ്പെട്ടോ നിങ്ങൾ ഈ വഴിയടിച്ച് ഉണ്ടാക്കാൻ. അല്ല ഇത് അടിക്കാൻ, ഈ കമ്പി അടിക്കാണ്ട് ആർക്കും ഇതിൻ്റെ അകത്ത് കയറി വരത്തില്ലല്ലോ. നിങ്ങളിങ്ങനെ അടിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ കയറിപ്പോയതാ. അത് കമ്പയറ്റ് വരുമ്പോൾ പിന്നെ ഇത് എതിരെ പോകേണ്ട പിന്നെ രോഗമില്ല. പിന്നെ കുറെ ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കി പിടിക്കണം. അവിടെ ഒന്നും പിടിക്കേണ്ടി വരും. ഇവിടെ ഒന്നും ചെരിഞ്ഞ് കയറേണ്ടി വരും. എങ്ങനെ കൈ ആ പാറ വിലം കൊടുക്കുക, പാറ വിലം കൊടുത്തൊരു പൊങ്ങ. നീ വാടാ. അയ്യോ എന്നെ നൂർത്തെ. ആ ഓക്കെ. ഓഹോ, ഹായ്, ഇതാണ് നമ്മൾ വന്ന വഴിയേ. അങ്ങ് താഴേന്ന് വന്നേ ഉണ്ടോ. ഞാനും വരട്ടെ. എന്തോ നോർമൽ നോർമൽ ആദ്യത്തെ ഒരു പ്രകാശം പേര് സ്ഥലം കണ്ടല്ലേ ഉള്ളത്. ആ അത്രയും കണ്ടുള്ളൂ നമ്മള്. ആക്ഷൻ. ആ ഞാൻ ആക്ഷനിലായിരിക്കുന്നേ, എന്നെ കൊണ്ട് വയ്യ. സ്റ്റാർട്ട് ആക്ഷൻ. അതൊന്നും ഒരു ഊഹയല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാ അതൊരു പ്രശ്നമുള്ള കേസല്ല. അത് പൊത്തിപ്പോയെന്നേ ഉള്ളൂ. ഇവിടെ ചിലപ്പോൾ അതിനേക്കാളും വലിയ പൊത്തുണ്ടാവും ചെയ്യും. മടുത്തിട്ട് ഇരുന്ന് പോയതാടാ. വേണ്ട വേണ്ട. പോട്ടെ. മഴത്തുള്ളിക ഇപ്പൊ ആ പൊസിഷനിൽ തന്നെ ഇങ്ങോട്ടല്ല തിരിയില്ല, ഇങ്ങോട്ട് തിരിയില്ല, നേരെ തിരിച്ചു വരും. ഓക്കെ. ആ അതാണ് എനിക്ക് പറ്റുന്നത്. ഈ നമ്മൾ വെച്ചാൽ ഹെൽമെറ്റ് നിങ്ങൾ പുഴുങ്ങാൻ കൊടുക്കുമോ? ഓ ഇവിടെ വരുമ്പോൾ വാച്ചൊന്നും വെക്കട്ടാര് വരുന്നതാണ് കേട്ടോ നല്ലത്.
വാച്ചെല്ലാം ഒരഞ്ഞൊരഞ്ഞ് സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇനി നമുക്ക് അങ്ങോട്ടാ പോയിക്കണ്ടോ പോയല്ലേ അനീഷേ അതിന് ചോദ്യം അനീഷേ. ഇത് മുകളിലോട്ടോ ചേട്ടാ, ഇത് ഇങ്ങോട്ടോ ആണോ? ഇതിനി അങ്ങോട്ട് മൊത്തം ഇത് ഗുഹ തന്നെ, പാറ തന്നെ അല്ലേ കെട്ട്? മുകളിൽ വെള്ളച്ചാട്ടം ഉണ്ടോ നമ്മൾ? ആണോ? അതും ഇതിൻ്റെ അകത്താണോ? ആ ഹാ. ആ സൗണ്ട് കേൾക്കണ പാറക്കകത്താണോ അത് പുറത്തോടെ ഒഴുകുന്ന വെള്ളമാണോ? ആണല്ലേ? അയ്യോ നല്ല ഇറക്കമാണല്ലോ. വണ്ടിയുടെ സീറ്റ് വേറെയാണോ നമ്മുടെ വണ്ടി കൊണ്ടോ? നമ്മുടെ വണ്ടിയായിരുന്നു പിന്നെ പ്രശ്നമില്ല. ഇന്ന് വിളിച്ചേടാ, ക്യാമറ പിടിച്ചേ. ഒന്നുമില്ല. എടാ എവിടെയെങ്കിലും നിൽക്കുന്ന 2-3 ഫോട്ടോസ് എടുത്തോണേ ഇൻസ്റ്റയിൽ. അന്നെവിടെ നിന്നോ? ആ ഗുഹ കാണത്തക്ക രീതി. അമ്മേ അവിടെ നിന്ന് ഇവിടെ ഒരു അനാക്കൊണ്ട ഉണ്ടേ, ഇത് കാണിച്ചു തരാം. നിങ്ങൾ ആരും പേടിക്കേണ്ട, ഒരു ചേരപ്പാമ്പ് വരെ ഇല്ല. ആ എന്നെ ഭംഗിയല്ലേ എടാ. ഇത് നിന്നെ പോലെ എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കണ്ണെപ്പോഴും ഇതിൻ്റെ അകത്തല്ലേ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസം, നേരിട്ട് നോക്കുമ്പോൾ. ആ ഒരു പീസാ. മറ്റേ സാധനം ഇങ്ങനെ ഇറങ്ങി വരില്ലടാ. ഇത്ര വലിയ സാധനമൊക്കെ വരുമോ? അതിന്റെ കറക്റ്റ് കണക്കാണ് മൂല കൊള്ളിച്ച് കറക്റ്റ് കണക്കൊക്കെ ചെയ്യുന്നുണ്ടോ? കാലേന്ന് വിടറ. ആ കാലേ പിടിച്ചേ, ഒരു വള്ളിയാ കേട്ടോ. ആ വിട്ടു. ഞാനിവിടെ ഓടണോ? വേണ്ട വേണ്ട, അവനെ എന്നെ പിടിച്ചു നിർത്തി. നിങ്ങൾ തൊട്ട് ബാക്കിൽ എടുക്കാം. ഇവിടെയൊക്കെ വലിയ ആഴമുണ്ടല്ലേ ഇവിടെ? അമ്മേ അനുസരിച്ച് ക്യാമറ ഓടിച്ച്. താഴോട്ട് കിഴക്ക് 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 കിഴക്കോട്ട്. ആ എനിക്ക് കാണാം, നീ നടന്നോ. എന്നാ ആ ടോർച്ച് വേണം. എന്ത് ഡ്രാക്കുളൊക്കെയാവാ? അതങ്ങനെയാണ്. ഡ്രാക്കുളൊക്കെ പൂർണ്ണയാണോ? എനിക്ക് അമ്മു കേറാം. കേറത്തില്ല. ഇവിടെ വരെ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങണം. നമ്മളിതിലെ പോവല്ലേ? ഇതിലെ പോവല്ലേ? അയ്യോ ഓ ഇതാണ് ഡ്രാക്കുള കേവ് കേട്ടോ. ഡ്രാക്കുള ഡ്രാക്കുള
റെസ്റ്റ് എടുക്കാൻ താല്പര്യമുള്ളത്. അതിന്റെ കീഴെ കൂടെയാണോ വന്നേ? അതേ മുട്ടിയിരിക്കോ? ഒന്ന് പോയി നോക്കി. അതേ മുട്ടിയാണോ? മുട്ടിയിരുന്നതാ? ഈ പാറ ഇവിടെ മുട്ടാണ്ട് നിൽക്കുന്നു എന്നാണ് ഇവർ പറയണത്. ഗൈഡില്ലാതെ ഇതിനകത്ത് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞാല് ചേട്ടൻ കൂടെ തന്നെ വരാന്ന്. എന്നാ പൊളിച്ച് ഇത് നല്ല താഴ്ചയിലാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. നല്ല താഴ്ച വെച്ചാൽ നല്ല താഴ്ചയുണ്ട്. വളരെ സൂക്ഷിച്ച് ഇറങ്ങി പോകണം. ഇതെന്താ ഇവിടെ അടച്ചു വെച്ചേക്കുന്നത്? ഇവിടെ ഇറങ്ങാൻ പറ്റുന്നതാണോ? ഇവിടെ ടോർച്ച് അടിക്കാവോ? ഇവിടെ വലിയൊരു ഗർത്തമാണ്, അതുകൊണ്ട് ഇവിടെ ഗ്രില്ലിട്ട് വെച്ചേക്കുന്നു. കാരണം തന്നെ വീട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗുണ കേവിന്റെ വേറൊരു പതിപ്പായി പോകും. പോക്കറ്റിൽ എന്തെങ്കിലും സാധനം പോയതാ ഒരു സാധനം തിരിച്ചെടുക്കാൻ നമ്മൾ വളരെ സൂക്ഷിച്ചു. ഞങ്ങളുടെ ഒരു മയ്യത്തായ രസമുണ്ട്. അത് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ അറിയാം മൈക്കിൻ്റെ അവസ്ഥ. ഇതാണ് ഇപ്പം നമ്മൾ ഗർത്തം എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഇറങ്ങി വരുന്നത് അവിടെ നിന്നാണ്. ഇങ്ങനെ ഒന്ന് ഇവിടെ ആൾ വീഴാതിരിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്തത് മുനിയറയാ. ആഹാ, നമ്മൾ മുനിയറയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാന്തല്ലൂര്. അതായത് മറ്റേ മണ്ണിലന്മാർ പണ്ട് ഉള്ളവരുണ്ടാക്കി വയസ്സായി കഴിഞ്ഞാൽ അവന്മാർ വീടായിട്ടൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. കാണോ? എല്ലാം കാണാമോ? പിന്നെ കാണാവോ? ഒരു 7 കണ്ടായിരുന്നു. വന്നോ? മേളിലേക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അതായിരുന്നു. ഒരു സാധനമില്ല അല്ലേ? എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? ബാഗിലൊന്നുമില്ല. എന്തിനാ അവിടെ ഇരിക്കുന്നൊരു പന കൂടാ? ശരിയാ, ഏതായാലും ചെടിയായി. ഇതാണ് മുനിയറ എന്ന് പറയപ്പെടുന്ന സ്ഥലം. കുറച്ച് വെട്ടം ഉള്ള സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് നൂറിട്ട് അമ്മേ. ഓക്കെ, ഓഫ് ചെയ്ത് തള്ളിക്കൊണ്ട് പോകും. ഇനി ഓടിക്കാൻ പറ്റൂല. കമ്പിക്ക് വീതി കൂടാ സൈഡോട് തെന്നിയാൽ അറിയാം. പോവല്ലേ? പോവാം. ഇതിലെങ്ങനെ പോകുന്നുണ്ടോ? നേരെ ഒരു കാലത്ത് മണം വെക്കുന്നു. നിങ്ങൾ ഒരു കാലത്ത് മണം വെക്കും. അല്ലാ, നിന്റെ ഷൂ മാത്രമേ കാണാനുള്ളൂ, ബാക്കി നീ കൂടെ പോയി. പോട്ടെ പോട്ടെ. തലയിരിക്കും. ഒരു വെട്ടം വിളിച്ചുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഇവിടെ.
ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ്. അതിലിപ്പോ ഒരു സ്ഥലം കണ്ടോ? തെളിഞ്ഞാണ്. അത് രാജഗിരി കോറ. തിരുനെറ്റിക്കല്ല് കാണിച്ചു തരണമെങ്കിൽ എക്സ്ട്രാ പൈസ തരണം. അതെ, തിരുനെറ്റിക്കല്ല് അതല്ലേ ആ മുനമ്പ് പോലെ ഉണ്ടല്ലോ. ഓഹോ, അതാണ് ഈ തിരുനെറ്റിക്കല്ല്. ആ മേളിൽ ടോപ്പില്. ഞാൻ കുറച്ച് മുമ്പേ വീഡിയോ കണ്ടില്ലേ? ഇല്ല, ഒരു ചെളിയും പറ്റിയിട്ടില്ല. ഫ്രഷ് വെള്ളം ആവശ്യം കൊടുക്കണം കേട്ടോ എല്ലാവരും. ഇത് ഇപ്പം തീർന്ന കുപ്പി. ഈ സാധനം ഇങ്ങനെ ഇട്ടിട്ട് പോലെ ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ടിട്ട് പോലെ അത് മടക്കി അവരത് കളക്ട് ചെയ്യാൻ സംവിധാനങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂടുതലുള്ള ചേട്ടൻ അത് കളക്ട് ചെയ്തോളൂ ഇട്ടിട്ട് പോലെ. കാരണം കുറേ ആൾക്ക് നാളെ എന്നല്ല ഇപ്പോഴും ഇതുണ്ട്. ഒരു വലിയൊരു ഇതൊക്കെ അയക്കുമ്പോഴത്തേനും നമ്മുടെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിൻ്റെയും ഒരു പ്രത്യേകത വേസ്റ്റ് ഇടുക, കുപ്പി തല്ലി പൊട്ടിക്കുക, അങ്ങനെ ഇടരുത്. അതിനൊരു ഭംഗിയാണ്. ഓക്കെ, ഇതില്ലേ ആ ട്രയാങ്കിൾ കൂടെ ഇതല്ലേ ചെതൽപ്പുറ്റാണല്ലോ. ചെതൽപ്പുറ്റ നരിമട. എങ്ങനെയുണ്ടാ? ലൈറ്റ് അടിക്കണോ? വേണ്ട. ആരില്ലേ? വാവ്, സൂപ്പർ. ഇത് ഭംഗിയത് അടിപൊളി. അയ്യോ, കൃത്യമായിട്ട് വാങ്ങി വെച്ചാൽ എന്താ രതീഷൊന്നുമല്ല. ഡിസൈൻ ചെയ്യാൻ അറിയുന്നത് നരിമട സംഭവം സൂപ്പറായിട്ടുണ്ട്. ശരിക്കും നല്ലൊരു ഹൊറർ ഫിലിമിനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അനന്തപുരത്തിലൊന്നും സെറ്റിട്ട് ഒരു കാശുകളെ ഉണ്ടായിരുന്നല്ലേ. അത് തന്നെ. ഗുണൊക്കെ മണി ഇവിടെ ഒന്നും എടുക്കായിരുന്നല്ലോ. അതെ, സുഖമായിട്ട് വാ. ഒരു സ്വാമി ആണെന്ന് നമുക്ക് പറയാലോ. അതെ, സ്വാമി അനീഷാനന്ദ. മാലയുണ്ട്. അതെ, മാലയുണ്ട്. എന്താ അവിടെ ഒരു കുഴിയിലിടാനുള്ള കല്ല് വേട്ടാ ചേട്ടൻ പോകുന്നത് കണ്ടോ. അമ്മേ, വലുപ്പം കൂടിയോ? ഏത് കുഴി അടയ്ക്കാൻ വേണ്ടിയാണോ കല്ല് എടുത്തേ? ആ ഇവിടെ കുറച്ച് ഭംഗിയായിട്ട് കെട്ടി വെച്ചിട്ടുണ്ടല്ലോ. ആണോ? എക്സിറ്റാ? നമ്മൾ തീരാറായോ അന്നേരം? ഏ? ആ ഹാ. ആ അതിന് താട്ട് ഇറങ്ങിപ്പോയുള്ള വഴി സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അത് ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങണ്ടേ? ഇതിലാണ് വന്നിറങ്ങിയത്. ഇറങ്ങി ഒരു വ്യൂ പോയിന്റ്. ഇവിടെ ഓടക്കല്ലി നാച്ചുറൽ കേവ് ഒരു ബോർഡുണ്ട്. ഇതാണ് സ്ഥലം. എന്തോ ടാർസൻ കേവ്? ആ ഇവിടെ പുള്ളിയും വന്നായിരുന്നോ?
എക്സിറ്റ് പുറത്തേക്കുള്ള വഴി. വാടാ വാ. അവിടെ ചിക്കൻ ഉണ്ടാക്കുന്നെങ്കിലും ബെസ്റ്റ് ഇവിടെ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. അയ്യോ വെട്ടം ക്ലിയർ ആവുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. വേണം തല വെച്ചോടാ. വേണം തല വെച്ചോ. വേണ്ട അല്ല ഇങ്ങോട്ട് അതിന്റെ ഇത് താഴ്ത്തി. അല്ല അതുകൊണ്ട് എങ്ങനെ കൈപ്പിടിച്ചാൽ കാണിച്ചേ